ഇന്നത്തെ വചനചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വചനത്തിൽ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നതായി കാണുവാൻ കഴിയുന്നു. ഇതിൽ മനുഷ്യനെ ദൈവം പ്രത്യേക രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പ്രധാനിയായ ഒരു ദൂതനെ സൃഷ്ടിച്ചതായി വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ദൂതൻ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവനെ ദൈവം ശപിച്ചതായും പിന്നെ അവൻ ദൈവത്തോട് മത്സരിക്കുന്ന സാത്താനായി മാറുകയും ചെയ്തു. സാത്താന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവന് തന്നേക്കാൾ ശ്രേഷ്ഠമായതിനെ അല്ലെങ്കിൽ തന്നേക്കാൾ ഉയർന്നതിനെ അല്ലെങ്കിൽ തന്നേക്കാൾ വലിയതിനെ കാണുന്നത് അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. സാത്താന് ദൈവം മണ്ണുകൊണ്ടല്ല സൃഷ്ടിച്ചത്, പകരം വിലയേറിയ കൽക്കളും രത്നങ്ങളും കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനെ ദൈവം പൊടി കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ അത് അവന് ഒരു വലിയ കാര്യമായി തോന്നിയില്ല. മനുഷ്യനിൽ ജീവശ്വാസം ഊതിയതും മനുഷ്യൻ ജീവനുള്ളവനായി മാറിയതും അവന് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ പിശാചിന് കൊടുക്കാത്ത ഒന്ന് ദൈവം മനുഷ്യന് കൊടുത്തു. അത് എന്തെന്ന് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപവും ഛായയും മനുഷ്യന് ദൈവം കൊടുത്തു. മനുഷ്യൻ ദൈവ തേജസ്സിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് കാണുമ്പോൾ അതവന് സഹിക്കുവാൻ കഴിയാത്തൊരു കാര്യമായി. ദൈവത്തിൽ നിന്നും മനുഷ്യനെ പിരിച്ചെടുക്കുവാൻ എങ്ങനെയെല്ലാം സാധിക്കും എന്നവൻ ശ്രമിച്ചു തുടങ്ങി. അതിന് തൻ്റെ സ്വരൂപം കൊണ്ടോ ശക്തി കൊണ്ടോ അവരെ വീഴ്ത്തുക എന്നത് അസാധ്യമായ കാര്യം എന്നവൻ മനസ്സിലാക്കി. എന്നാൽ അവരെ എങ്ങനെയെങ്കിലും വീഴ്ത്തണമെന്നുള്ള തീരുമാനത്തോടെ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നു. വാക്കുകൾ കൊണ്ട് മനുഷ്യനെ വീഴ്ത്താം എന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് മനുഷ്യനെ വീഴ്ത്തി. ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലും, എത്ര ഉയർന്ന നിലവാരത്തിൽ ജീവിച്ചാലും, എത്ര സമ്പത്ത് ഉണ്ടാക്കിയാലും, ഉയർന്ന അധികാരങ്ങൾ ഉണ്ടാക്കിയാലും അത് പിശാചിനൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഒരു മനുഷ്യൻ ദൈവത്തെ ആരാധിച്ച് ദൈവത്തോടു കൂടെ നടക്കുന്നത് കാണുമ്പോൾ അതവന് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെ വീഴ്ത്തുവാൻ വേണ്ടി അവൻ ഏത് സാഹചര്യത്തിലും ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വേണമെങ്കിലും കടന്നു വരാം. ഇന്ന് സാത്താൻ പലരിലൂടെയും കള്ളപ്രബോധനങ്ങളാലും ദുരുപദേശങ്ങളാലും ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിലായാൽ യേശു ഒരു ശക്തിക്കും നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല. എന്നാൽ സാത്താന്റെ തലയെ യേശു ക്രൂശിൽ തകർത്തിരിക്കുന്നു. ഇന്നും നിങ്ങളെ ദൈവത്തിൽ നിന്ന് പിരിച്ചെടുക്കുവാൻ നോക്കുന്ന സാത്താന്യ ശക്തികളെ യേശു നിങ്ങളുടെ കാൽ കീഴിലാക്കി തന്നിരിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.